അടികൊണ്ട ഭാഗത്ത് കൈവച്ച് നിൽക്കുന്ന കിരണിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അമ്മു നന്ദുവിൻ്റെ കൈയും പിടിച്ച് ക്ലാസ്സിലേക്ക് പോയി. നീ കരുതിയിരുന്നോ ശിവാനി, ഈ കിരൺ ആരാണെന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ആഗ്രഹിച്ചത് നിന്റെ ശരീരത്തെയാ. ഇനി എനിക്ക് വാശിയാ എൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ. കിരൺ ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. എന്താ അമ്മ ഉണ്ടായേ? അമ്മ നടന്ന കാര്യങ്ങളെല്ലാം നന്ദുവിനോട് പറഞ്ഞു. നീ ചെയ്തത് എന്തായാലും നന്നായി. ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും ക്ലാസ്സിൽ കയറിയിരുന്നു. സമയത്തിനു ശേഷം ക്ലാസ്സിലേക്ക് സാറ് വന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് അമ്മുവും നന്ദുവും കൂടി ഫുഡൊക്കെ കഴിച്ച് നടക്കാനിറങ്ങി. അപ്പോഴാണ് ആദ്യ നന്ദുവിനെ വിളിക്കുന്നത്. നന്ദന. അമ്മുവും നന്ദുവും തിരിഞ്ഞു നോക്കി. ആ കണ്ണേട്ടൻ, എന്തിനാടി അങ്ങേര് നിന്നെ വിളിക്കുന്നേ? അമ്മു രണ്ടുപേരെയും മാറി മാറി നോക്കി ചോദിച്ചു. അറിയില്ല, നീ വാ, നമുക്ക് പോയി ചോദിക്കാം. അയ്യടാ, ഞാനൊന്നുമില്ല, നീ ഒറ്റയ്ക്കങ്ങ് പോയാൽ മതി. ഓ, എന്നാ അങ്ങനെ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ക്ലാസ്സിൽ കാണും, നീ പോയിട്ട് വാ. അമ്മു അതും പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി. എന്താ കണ്ണേട്ടാ വിളിച്ചേ? ഏയ് ഒന്നുമില്ല, ചുമ്മാ വിളിച്ചതാ. കണ്ണേട്ടൻ എന്നാ വരുന്നേ? വെക്കേഷന് വരാം, ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അല്ല, നിന്റെ വാലെന്തേ കൂടെ വരാഞ്ഞേ? വാലോ? ആ, നിന്റെ കൂടെ വാല് പോലെ നടക്കുന്നില്ലേ ഒരു സാധനം, ശിവാനിയോ കൊവാനിയോ അങ്ങനെ എന്തോ ഒന്ന്. ഓ, അമ്മുവോ? അവളൊരു പാവമാ കണ്ണേട്ടാ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ കണ്ടാലും മതി ഒരു പാവത്തിനെ. നിനക്ക് എവിടുന്ന് കിട്ടി അതിനെ? അതൊക്കെ കിട്ടി, കുറച്ച് കുറുമ്പുണ്ടെന്നേ ഉള്ളൂ. ആളൊരു പാവ, എല്ലാവർക്കും ഭയങ്കര കാര്യമാ. അല്ല, അതൊക്കെ പോട്ടെ, പേപ്പർ നോക്കിയിട്ട് നല്ല മാർക്കൊക്കെ ഉണ്ടോ? ആ പിന്നെ ഉണ്ടല്ലോ. പേപ്പർ കിട്ടുമ്പോൾ വലിയ കൊട്ടയുമായി നിന്നോ, അതിലിട്ടോണ്ട് പോവാം. അതിനവളൊന്ന് ഇളിച്ച് കാണിച്ചു. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഫസ്റ്റ് അവർ ഞാനല്ലേ, തരുന്നുണ്ട്. എന്ന ക്ലാസ്സിൽ പൊക്കോ. ആ, അങ്ങനെ ഇരുവരും അവിടെ നിന്നും പോയി. അവൾ ക്ലാസ്സിലെത്തിയപ്പോൾ വന്നോ, എന്തായിരുന്നു ഇത്രയും നേരം സംസാരിക്കുന്നത്? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല അമ്മു. പിന്നെ ഇന്ന് പേപ്പർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, സബാഷ്. എന്നിട്ട് മാർക്ക് എത്രയെന്ന് പറഞ്ഞോ നിന്നോട്? അത് പറഞ്ഞില്ല, വലിയ കൊട്ടയെടുത്ത് നിൽക്കാൻ പറഞ്ഞു. എന്തിന്? നിന്റെ കണ്ണേട്ടന് തലയ്ക്ക് സുഖമില്ലേ? മാർക്ക് കൊണ്ടുപോവാനാണെന്നാ പറഞ്ഞത്. അതിനു മാത്രം നീ എന്താ എഴുതിയത്? അമ്മ ഒരു പുരിക ഉയർത്തി നന്ദുവിനോട് ചോദിച്ചു. ഓ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, കണ്ണേറ്റനൊന്ന് ആക്കിയതാടി. ഓ, അങ്ങനെ പറ. ഞാൻ കരുതി നീ എന്നെ ചതിച്ചെന്ന്, അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. പൂടി. അങ്ങനെ രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദിസാർ ക്ലാസ്സിലേക്ക് വരുന്നത്. ആദി കയറി വന്നതും എല്ലാവരും എഴുന്നേറ്റു. നമുക്ക് കുറച്ചു നേരം ക്ലാസ് എടുക്കാം, എന്നിട്ട് പേപ്പർ തരാം. ഓക്കെ? ഓക്കെ സാർ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ് അങ്ങനെ ആദി ക്ലാസ് എടുക്കാനായി തുടങ്ങിയിരുന്നു. ക്ലാസ് എല്ലാം എടുത്തു കഴിഞ്ഞ് പേപ്പർ കൊടുക്കാൻ ആരംഭിച്ചു. അമൃത 40-30 മാർക്ക്. അത് പറഞ്ഞുകൊണ്ട് ആദ്യ പേപ്പർ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പേപ്പറെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇനി ആർക്കെങ്കിലും പേപ്പർ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു. സർ, എനിക്ക് കിട്ടിയില്ല. അമ്മു എഴുന്നേറ്റ് നിന്നോണ്ട് ചോദിച്ചു. ഓ, തൻ്റെ പേരെന്താ? കുറച്ച് പുച്ഛം കലർത്തിക്കൊണ്ട് ആദി ചോദിച്ചു. ശിവാനി. ഓക്കെ ശിവാനി, ഇവിടെ വരൂ. ആദി വിളിച്ചതും ശിവാനി ആദിയുടെ അരികിൽ പോയി. അപ്പോൾ ശിവാനിക്ക് എത്ര മാർക്ക് കിട്ടും? അതൊന്ന് പറഞ്ഞേ. പാസ്സാവും സാർ, ഒന്ന് ഇളിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു. എന്നാലും ഒരു ഏകദേശം പറഞ്ഞേ, അവൻ വീണ്ടും പറഞ്ഞു. ഒരു 30 ഉണ്ടാവുമെന്ന് തോന്നുന്നു സർ. അമ്മു കുറച്ചു നേരം ആലോചിച്ചുകൊണ്ട് ആദിയോട് പറഞ്ഞു. ഓക്കെ, എന്ന് ശിവാനി ഒരു കാര്യം ചെയ്യണം. തൻ്റെ പേപ്പർ ഞാൻ തരാം. പേപ്പറിലുള്ള ആൻസർ നീ വായിക്കണം. എന്താ, പറ്റുമോ? ഇങ്ങേർക്ക് ഇതൊക്കെ വായിച്ചിട്ട് തന്നാ പോരെ, എന്നെക്കൊണ്ട് വായിപ്പിക്കണോ? ചിലപ്പോൾ എനിക്ക് വായിക്കാൻ അറിയുമോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിരിക്കും. ഈ ശിവാനിന്ന് വായിച്ച് തകർക്കും. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആദിയോട് ഓക്കെ പറഞ്ഞു. ഓക്കെ, അതിനു മുന്നേ ഈ പേര് തൻ്റേത് തന്നെയല്ലേ എന്ന് നോക്കിക്കേ. അതും പറഞ്ഞ് ആദ്യ പേപ്പർ കാണിച്ചു കൊടുത്തു. പേപ്പർ നോക്കി അമ്മു അതേ എന്ന് പറഞ്ഞു. ഇതാ പിടിക്ക്, ഇനി വായിച്ചോളൂ. ആദ്യം ഒരു പുച്ഛം കലർന്ന ചിരി ചിരിച്ചുകൊണ്ട് പേപ്പർ അമ്മുവിൻ്റെ കയ്യിൽ കൊടുത്തു. അമ്മു സന്തോഷത്തോടെ പേപ്പർ വാങ്ങി അതിലേക്ക് നോക്കിയതും അമ്മുവിൻ്റെ കണ്ണ് മിഴിഞ്ഞു വന്നു. അമ്മു ദയനീയമായി ആദിയെയും മുന്നിലിരിക്കുന്നവരെയും നോക്കി. അമ്മു എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന് വിറക്കാൻ തുടങ്ങി. എന്താണ് ശിവാനി അതിലേക്ക് നോക്കിയിരിക്കുന്നത്? വായിക്ക്, എല്ലാവരും ഒന്ന് അറിയട്ടെ. താൻ 30 മാർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞ ആൻസർ. ഇതെല്ലാം കേട്ട് ക്ലാസ്സിലെ എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ട് ഓരോന്ന് പറയാൻ തുടങ്ങി. നന്ദു ആണെങ്കിൽ എന്താ സംഭവമെന്ന് അമ്മുവിനെ നോക്കി ആംഗ്യം കാണിച്ച് ചോദിക്കുന്നുണ്ട്. അമ്മു എന്തു ചെയ്യണമെന്നറിയാതെ തല താഴ്ത്തി നിൽക്കുന്നു. സൈലൻസ്. ശിവാനി വായിക്ക്, ആദി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മുവിനെ നോക്കി. സർ, ഞാൻ. അമ്മു നിന്ന് വിൽക്കാൻ തുടങ്ങി. നീ വായിക്കുന്നോ അതോ ഞാൻ വായിക്കണോ? ആദി പല്ല് കടിച്ചുകൊണ്ട് അമ്മുവിനോട് ശബ്ദമുയർത്തി ചോദിച്ചു. വേണ്ട സർ. അമ്മു സങ്കടത്തോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ആ, എന്നാ വായിക്ക്. സർ, അത് എനിക്ക്.
അമ്മുവിന് സങ്കടം കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അമ്മുവിൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീര് താഴെ വീണു. വായിക്കടി, ആദി ദേഷ്യത്തിൽ പറഞ്ഞു. ആദിയുടെ ദേഷ്യത്തോടുള്ള അലർച്ച കേട്ട് അമ്മു ആദിയെ നോക്കി. മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു. ഒരു നിമിഷം ആദിയുടെ ഭാവം കണ്ട് അമ്മു പേടിച്ചു പോയിരുന്നു. എന്താടി, നിനക്ക് നാവില്ലേ? അന്ന് ഇവിടെ ഉണ്ടായിരുന്നു കുറെ പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് ഇത് വായിക്കാൻ നിനക്ക് പറ്റില്ല അല്ലേ? അമ്മു തല താഴ്ത്തി നിന്നു. നന്ദുവിനാണെങ്കിൽ അമ്മുവിൻ്റെ നിൽപ്പും ആദിയുടെ ദേഷ്യമെല്ലാം കണ്ട് പേടി വന്നു. നീ ഇത് വായിക്കണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മുവിൻ്റെ കയ്യിൽ നിന്നും പേപ്പർ വലിച്ചെടുത്തു. ആ നിമിഷം അമ്മു ഞെട്ടിയിരുന്നു. സർ പ്ലീസ്, ഞാൻ അറിയാതെ. പേടിച്ചുകൊണ്ട് അമ്മു പറഞ്ഞൊപ്പിച്ചു. അറിയാതെയോ? നീയൊക്കെ പഠിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, അതല്ലെങ്കിൽ വീട്ടിലിരുന്നേക്കണം. വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറ്റിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുവല്ല വേണ്ടത്. ഇത്രയും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആദ്യ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. അമ്മു കരഞ്ഞുകൊണ്ട് ബാഗും എടുത്ത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങി ഹോസ്റ്റലിലേക്ക് ഓടി. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അമ്മുവിൻ്റെ പിറകെ നന്ദുവും ഓടി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ജോഡി കണ്ണുകൾ തിളങ്ങി. അമ്മു ഓടിച്ചെന്ന് ബാഗ് വലിച്ചെറിഞ്ഞുകൊണ്ട് കട്ടിലിൽ കിടന്ന് കരയാൻ തുടങ്ങി. നന്ദു പോകുമ്പോൾ കാണുന്നത് അമ്മു കിടന്ന് കരയുന്നതാണ്. അമ്മു, എന്ത് പ്രശ്നം? എന്താ ആ പേപ്പറിലുള്ളത്? എന്നാൽ നന്ദു ചോദിച്ചതിന് അമ്മു മറുപടിയൊന്നും പറയാതെ കരയുകയായിരുന്നു. അമ്മു, ഇങ്ങനെ കരയാതെ എന്താന്ന് പറ. നന്ദു വീണ്ടും ചോദിച്ചു. നീ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. അമ്മു അതിൻ്റെ സങ്കടവും ദേഷ്യത്തിലും പറഞ്ഞ് റൂമിൽ നിന്നും വാതിൽ ശക്തിയായി അടച്ച് പുറത്തേക്ക് പോയി. ഞാനെന്താ ചെയ്തേ? അമ്മു, എന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. അമ്മു പറഞ്ഞത് സഹിക്കാൻ കഴിയാതെ നന്ദു പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞതും അമ്മു മുറിയിലേക്ക് വന്നപ്പോൾ മുട്ടിനുമേലെ തല വെച്ചുകൊണ്ട് കരയുന്ന നന്ദുവിനെയാണ് കണ്ടത്. അത് കണ്ടപ്പോൾ അമ്മുവിന് വല്ലാതെയായി. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ നന്ദു തലയുയർത്തി നോക്കി. അമ്മുവിനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അമ്മു, ഞാനൊന്നും ചെയ്തില്ല. അമ്മു, എനിക്കൊന്നും അറിയില്ല. ഓരോന്ന് പറഞ്ഞ് കരയുന്ന നന്ദുവിനെ അമ്മു തിരിച്ചും കെട്ടിപ്പിടിച്ചിരുന്നു. കരച്ചിലെന്ന് അടങ്ങിയപ്പോൾ രണ്ടുപേരും അകന്നു മാറി. കുറച്ചു നേരത്തേക്ക് മൗനം തന്നെയായിരുന്നു. അമ്മു, ഞാനെന്താ ചെയ്തേ? നീ ഒന്നും ചെയ്തില്ല. ഞാനാ എല്ലാം ചെയ്തേ. എന്തൊക്കെയാ അമ്മു പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഐ ലവ് ഹിം. എന്താ നീ പറഞ്ഞേ? നന്ദു ഒന്നും മനസ്സിലാകാതെ അമ്മുവിനെ നോക്കി ചോദിച്ചു. അതേ നന്ദു, ഞാൻ നിന്റെ കണ്ണേട്ടനെ പ്രണയിക്കുന്നു. എനിക്കറിയില്ല എപ്പോഴാ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ആളാ നിന്റെ കണ്ണേട്ടൻ. നീ എന്നോട് കണ്ണേട്ടനെ കുറിച്ച് പറയാറില്ലേ? അങ്ങനെ മനസ്സിൽ കയറിപ്പോയതാ. നിന്റെ വായിൽ നിന്ന് കണ്ണേട്ടനെ പറ്റി വാത്തോരാതെ പറയുമ്പോൾ എൻ്റെ ഹൃദയം എന്തിനോ വേണ്ടി മിടിക്കുന്നത് ഞാൻ അറിഞ്ഞു. ആദ്യമൊന്നും ഞാനത് കാര്യമാക്കിയില്ല. കാരണം ഒരിക്കൽ പോലും കാണാത്ത ആളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ഓർത്തു. പക്ഷേ നീ പറയുമ്പോഴൊക്കെ എന്നിലുണ്ടാവുന്ന മാറ്റം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. നീ കണ്ണേട്ടനെ പറ്റി പറയാതിരിക്കുന്ന നിമിഷങ്ങളിൽ എന്ത് വീർപ്പുമുട്ടലാണെന്ന് അറിയോ നിനക്ക്? നമ്മുടെ കോളേജിലുണ്ടെന്ന് നീ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാ തോന്നിയേ. നീ അതൊക്കെ എങ്ങനെ എടുക്കുമെന്നറിയാത്തോണ്ടാ നിന്നോട് ഞാൻ പറയാതിരുന്നേ. അതുമാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്ന കാര്യം കണ്ണേട്ടൻ അറിയുകയുമില്ല. എനിക്കറിയില്ല നന്ദു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നിനക്കും ഇതൊന്നും ഇഷ്ടാവില്ലെന്നറിയാം. എന്നോട് ക്ഷമിക്കു നന്ദു, ഞാൻ മറന്നോളാം എല്ലാം. അവസാനം പറഞ്ഞു തീർന്നപ്പോൾ അമ്മു കരഞ്ഞു പോയിരുന്നു. ഇതൊക്കെ കേട്ട് നന്ദുവിന് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. അമ്മു, നീ കരയാതെ. കണ്ണേട്ടനെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതും ഇന്ന് നടന്ന കാര്യവും തമ്മിൽ എന്താ ബന്ധം? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ നീ നിന്ന് വിൽക്കാതെ കാര്യം പറവണ്ണേ. 2 ദിവസം മുന്നേ നടന്ന കാര്യം അമ്മുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അന്ന് ആ ദിവസം രാത്രി ഹോസ്റ്റലിൽ. അമ്മു, എന്താ? നീ ഇന്നിവിടെ ഒറ്റയ്ക്ക് കിടക്കുവോ? നീ എവിടെ പോവാ? നെറ്റ് ചുളിച്ചുകൊണ്ട് അമ്മു നന്ദുവിനോട് ചോദിച്ചു. അത് നമ്മുടെ ജൂനിയറില്ലേ സ്നേഹ? ആ ഉണ്ട്. അവൾക്ക് നല്ല സുഖമില്ല. അവളുടെ ഫ്രണ്ട് വീട്ടിൽ പോയിരിക്കുക. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് പറഞ്ഞുകൊണ്ട് വാർഡൻ എന്നോട് പറഞ്ഞു അവളുടെ കൂടെ കിടക്കാൻ. അതാ. ആ എന്നാ ശരി, നീ പൊക്കോ. അല്ല, ഞാൻ കൂടെ വരണോ? വേണ്ടമ്മു, ഞാൻ പോയേക്കാം. നീ ഇവിടെ കിടന്നോ? ഓക്കെ. അങ്ങനെ നന്ദു അവിടെ നിന്നും പോയിരുന്നു. കുറച്ചു നേരം കിടന്ന് ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യ പഠിപ്പിക്കുന്ന വിഷയത്തിൻ്റെ ബുക്ക് ബാഗിൽ നിന്നും എടുത്തു. മറ്റന്നാൾ എക്സാം ആയിരുന്നതിനാൽ എക്സാം എഴുതാനുള്ള പേപ്പർ എടുത്ത് പേര് എഴുതി വെച്ചു. പിന്നെ കുറച്ചു നേരം ബുക്കിലേക്ക് നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ആ പേപ്പറിൽ തന്നെ കുത്തി കുറിക്കാൻ തുടങ്ങി. എൻ്റെ സ്വന്തം ആദിയേട്ടൻ. ഞാൻ ഒരുപാട് ആദിയേട്ടനെ സ്നേഹിക്കുന്നു. ചിരിക്കുമ്പോഴൊക്കെ കാണാൻ എന്ത് ഭംഗിയാ. ദേഷ്യപ്പെടുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കാണാൻ എന്ത് സുന്ദരനാ. എന്നു മുതലാ ഇങ്ങനെയൊരു ഇഷ്ടം തോന്നിയതെന്നറിയില്ല. എന്നാലും എനിക്കൊരുപാട് ഇഷ്ടമാണ് എൻ്റെ കലിപ്പനെ. കട്ടിമീശയും കട്ടത്താടിയും ചിരിക്കുമ്പോൾ ചെറുതാവുന്ന കണ്ണും എന്നെ ഒരുപാട് ആകർഷിക്കുന്നു. അടുത്തു വരുമ്പോൾ എന്തിനെന്നില്ലാതെ ഹൃദയം മുറവിളി കൂട്ടുന്നുണ്ട്. ഇത് വല്ലതും അറിയുന്നുണ്ടോ?
എങ്ങനെയാ എൻ്റെ കലിപ്പൻ സാറിന് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും ഒന്നെനിക്കറിയാം, ഞാൻ എത്രമാത്രം ആദിയേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഐ ലവ് യു. അങ്ങനെ ആദിയെക്കുറിച്ച് എഴുതിയ പേപ്പർ ബുക്കിൽ തന്നെ ഭദ്രമായി വെച്ചു. എന്നിട്ട് ബാഗിൽ എടുത്തു വെച്ചുകൊണ്ട് പോയി കിടന്നുറങ്ങി. ഈ കാര്യങ്ങളെല്ലാം അമ്മു നന്ദുവിനോട് പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ല നന്ദു, എങ്ങനെയാ അത് കണ്ണേട്ടൻ്റെ കയ്യിൽ എത്തിയതെന്ന്. ഞാൻ എക്സാം എഴുതിയപ്പോൾ പേപ്പർ തന്നെയേ കൊടുത്തേ. പക്ഷേ നിനക്ക് ചിലപ്പോൾ മാറിപ്പോയതാണെങ്കിലോ അമ്മു? ഏയ് ഇല്ല, എനിക്ക് മാറിപ്പോയതൊന്നും ഇല്ല നന്ദു, എനിക്കുറപ്പുണ്ട്. എന്നാലും എനിക്കൊരു സംശയം. എന്താ? അഡോണ ആയിരിക്കുമോ? അവളല്ലേ പേപ്പർ കൊണ്ടുപോയി കൊടുത്തത്? ചിലപ്പോൾ ആ പേപ്പർ നിന്റെ ബുക്കിൽ നിന്നും കിട്ടിയതാണെങ്കിലോ? അവൾ തന്നെയായിരിക്കും. അവൾക്ക് ഇങ്ങനെ ചീപ്പ് പരിപാടി ചെയ്യാൻ പറ്റൂ. അവൾ തന്നെയാണ് ചെയ്തതെങ്കിൽ വെറുതെ വിടില്ല ഞാൻ അവളെ. അമ്മു ദേഷ്യത്തോടെ നന്ദുവിനോടായി പറഞ്ഞു. അതെന്തായാലും കൊടുക്കണം. അതുകൊണ്ടെന്താ, ഒരു കള്ള കാമുകയെ പിടിക്കാൻ പറ്റിയല്ലോ. നന്ദു പ്ലീസ്, പറ്റിപ്പോയതാ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? എനിക്ക് ആദ്യമേ തോന്നിയതാ നിനക്ക് കണ്ണേട്ടനെ ഇഷ്ടമാണെന്ന്. അതെങ്ങനെ? നെറ്റിച്ചുളിച്ചുകൊണ്ട് അമ്മു ചോദിച്ചു. കണ്ണേട്ടനെ പറ്റി പറയുമ്പോൾ നിന്റെ മുഖത്തുണ്ടാവുന്ന സന്തോഷമൊക്കെ ഞാൻ കാണുന്നില്ല എന്നാണോ നീ വിചാരിച്ചേ? അതറിഞ്ഞുകൊണ്ടാ മനഃപൂർവ്വം എപ്പോഴും ഞാൻ കണ്ണേട്ടനെ പറ്റി പറയുന്നേ. എന്ത്? കണ്ണു മിഴിച്ചുകൊണ്ട് അമ്മു ചോദിച്ചു. അതെടി പൊട്ടി, കണ്ണേട്ടൻ നിന്നെ കെട്ടിയ എന്നും നീ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ, അതിനു വേണ്ടിയാ. പക്ഷേ കണ്ണേട്ടനെ കുറിച്ച് അന്ന് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇഷ്ടമല്ലായിരിക്കുമെന്ന്. അത് പിന്നെ നിനക്ക് ഡൗട്ട് തോന്നാതിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. അതിപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ വേറൊരാൾ കൂടി ഉണ്ടേ നിന്റെ ഉള്ളിൽ കണ്ണേട്ടനുണ്ടെന്നറിഞ്ഞ സന്തോഷിക്കാൻ. ആര്? വേറാരാ? കണ്ണേട്ടൻ്റെ പെങ്ങൾ തന്നെ, അനു. നിന്നെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ അവളാ ഏട്ടനെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു തന്നത്. നിന്നെ കാണാൻ കൊതിച്ചിരിക്കുക അവള്. എപ്പോഴും വിളിക്കുമ്പോൾ ചോദിക്കും നിന്നെ. എൻ്റെ അമ്മേ. അതിന് നന്ദു ഒന്ന് ഇളിച്ചു കാണിച്ചു. പക്ഷേ നിന്റെ കണ്ണേട്ടനെ എന്നെ ഇഷ്ടമാവില്ല. അതിന് നീ എൻ്റെ കുറുമ്പി പെണ്ണായ മതി, അപ്പോൾ സെറ്റാവും. അങ്ങേരെന്നെ വലിച്ചു കീറും പെണ്ണേ. അതിന് നന്ദു ഒന്ന് ഇളിച്ചു കാണിച്ചു. ചിരിക്കല്ലേ, വല്ലാതെ അങ്ങ് ചിരിക്കല്ലേ. അങ്ങനെ ഒരു സങ്കടത്തോടെയും ചെറിയൊരു സന്തോഷത്തോടെയും ആ ദിവസം കടന്നുപോയി.